ഗിരിപ്രഭാഷണം ഒരു പഠനം. മത്തായി 6:19 മുതൽ 34 വരെ. ഭൗതിക സമ്പത്തിനെക്കുറിച്ചുള്ള ഒരു ശിഷ്യൻ്റെ മനോഭാവം എപ്രകാരമായിരിക്കണമെന്നുള്ളതാണ് ഈ വാക്യങ്ങളിലെ പ്രതിപാദ്യ വിഷയം. യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ പലസ്തീൻ പ്രദേശത്തെ പ്രധാന നിക്ഷേപങ്ങൾ ധനം, ഉടുപ്പ്, പൊന്ന്, വെള്ളി എന്നിവയായിരുന്നു. ധനം തുരുമ്പ് പിടിക്കുകയും ഉടുപ്പ് ചിതലരിക്കുകയും പൊന്നും വെള്ളിയും കറപിടിക്കുകയും ഇവയെല്ലാം കള്ളന്മാർ മോഷ്ടിക്കുകയും ചെയ്യുന്നവയായിരുന്നു. അവരുടെ നിക്ഷേപങ്ങൾ ഇപ്രകാരം നശ്വരമാണെന്ന് പറഞ്ഞ ശേഷം പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ, നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും എന്ന് ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു. സ്വർഗത്തിലെ നിക്ഷേപം എന്നത് ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം പുതിയ വാക്കല്ല. എളിയവനെയും ദരിദ്രനെയും കരുതുവാനും അനാഥർക്കും പരദേശികൾക്കുമായി തങ്ങളുടെ വിളവ് വീതം വയ്ക്കുവാനുമായി എഴുതപ്പെട്ട ന്യായപ്രമാണം ലഭിച്ചിട്ടുള്ള ജനമാണ് യഹൂദന്മാർ. ന്യായപ്രമാണത്തിലുള്ള അവരുടെ അറിവും അതിനനുസരണമായി ചെയ്യുന്ന നീതിപ്രവൃത്തികളും ദാനധർമാദികളും മരണാനന്തരവും ഒരുവനെ പിന്തുടരുമെന്നും അവയെല്ലാം സ്വർഗത്തിലെ നിക്ഷേപമായി നിത്യതയിൽ അവന് കണക്കിടുമെന്നും യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു. നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. ഇഹലോക ജീവിതം നശ്വരവും മരണാനന്തര ജീവിതം അനശ്വരവുമാണ്. ഈ ലോകത്തിലും അതിലുള്ളതിലും ഒരുവൻ തൻ്റെ ഹൃദയത്തെ ഉറപ്പിച്ചാൽ ഇഹലോകത്തിനുപ്പുറമായി അവന് ഒന്നും ചിന്തിക്കുവാൻ കഴിയുകയില്ല. ഒരുവനെ നിത്യതയിലേക്കോ നിത്യനരകത്തിലേക്കോ നയിക്കുന്ന ഒരു പാഠശാല മാത്രമാണ് ഈ ലോക ജീവിതം. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നുവെന്ന് ദാവീദ് എഴുതിയിരിക്കുന്നു. ഒരു മനുഷ്യന് എൻ്റെതെന്ന് പറയുവാൻ ഒന്നുമില്ല. അവന് ലഭിച്ചിരിക്കുന്നതിൻ്റെയൊക്കെയും കാര്യവിചാരകൻ മാത്രമാണ് അവൻ. ഈ ലോകത്തിൽ ലഭിക്കുന്ന ധനം, പദവികൾ ഒന്നും അതിൻ്റെതായ നിലയിൽ ദോഷമുള്ളതല്ല. എന്നാൽ എന്തിനാണ് അവയുടെ കാര്യവിചാരത്വം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ള അറിവ് പ്രാപിക്കാതിരിക്കുന്നതും അപ്രകാരം ആ ധനത്തെയും പദവിയെയും ഉപയോഗിക്കാതിരിക്കുന്നതുമാണ് അവയെ ദോഷമുള്ളതാക്കി മാറ്റുന്നത്. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടതായിരിക്കും. നിന്റെ ഹൃദയത്തിൽ ഒരു ദുർവിചാരം തോന്നുകയും ദരിദ്രനായ സഹോദരനോട് നിന്റെ കണ്ണ് നിർദ്ദയമായിരുന്ന് അവന് ഒന്നും കൊടുക്കാതിരിക്കുകയും ചെയ്യരുതെന്ന് ന്യായപ്രമാണം അനുശാസിക്കുന്നു. ഹൃദയത്തിൽ ഉരുവായ ദുർവിചാരമാണല്ലോ കണ്ണ് നിർദ്ദയമാകുവാൻ കാരണമായത്. പൊടിപടലത്താൽ മൂടപ്പെട്ട കിളിവാതിലിൽ കൂടി സൂര്യപ്രകാശം മുറിയിലേക്ക് പ്രവേശിക്കാത്തതുപോലെ പക, പിണക്കം, ഭിന്നത, അസൂയ മുതലായ ജഡസ്വഭാവങ്ങളാകുന്ന പൊടിപടലങ്ങളാൽ മൂടപ്പെട്ട ഹൃദയത്തിലേക്ക് ദൈവവചനത്തിൻ്റെ പ്രകാശം വേണ്ടുമെന്നും പ്രവേശിക്കുകയില്ല. അപ്രകാരമുള്ള ഹൃദയത്തിനുടമയായ ഒരുവന് ലോകത്തെയോ കൂട്ടുസഹോദരങ്ങളെയോ കർത്താവ് കാണുന്നത് പോലെ കാണുവാൻ കഴിയാതെ അവൻ്റെ ഹൃദയം ഇരുണ്ടിരിക്കും. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത് എന്ന് ദൈവവചനം പറയുന്നു. 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. കർത്താവ് യാത്ര ചെയ്യുമ്പോൾ തൻ്റെ മുമ്പിൽ കടന്നു വന്ന് മുട്ടുകുത്തി, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ച ഒരുവനെക്കുറിച്ച് മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ന്യായപ്രമാണമൊക്കെയും ചെറുപ്പം മുതൽ പ്രമാണിക്കുന്ന അവനെ യേശു നോക്കി അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട്. നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് കർത്താവ് അവനോട് പറഞ്ഞു. അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനത്തിങ്കൽ വിഷാദിച്ച് ദുഃഖിതനായി പോയി കളഞ്ഞു. യേശു ചുറ്റും നോക്കി തൻ്റെ ശിഷ്യന്മാരോട്, സമ്പത്തുള്ളവൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം എന്ന് പറഞ്ഞു. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്നു നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായിത്തീരുന്നു എന്ന് യാക്കോബ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ധനവാനായ ഒരു മനുഷ്യൻ്റെയും അവൻ്റെ കാര്യവിചാരത്തിൻ്റെയും ഉപമ പറഞ്ഞ ശേഷം കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. 2 യജമാനന്മാരെ സേവിപ്പാൻ ഒരു ഭൃത്യനും കഴിയുകയില്ല. അവൻ ഒരുവനെ പകച്ചു മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും.
നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. ഇതൊക്കെയും ദ്രവ്യാഗ്രഹികളായ പരീശന്മാർ കേട്ടിട്ട് അവനെ പരിഹസിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ലോകത്തിൻ്റെ ധനവാന്മാരോട് ഉന്നതഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശവയ്പ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരുംകാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചുകൊള്ളുവാൻ ദൈവസഭയോട് ആജ്ഞാപിക്കുക എന്ന് പൗലോസ് തിമോത്തിയോസിന് എഴുതിയിരിക്കുന്നു. എന്തു തിന്നും എന്തു കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുതെന്ന് കർത്താവിൻ്റെ വാക്ക് അലസറാകുവാനോ തനിക്കും തൻ്റെ കുടുംബക്കാർക്ക് വേണ്ടി കരുതാതിരിപ്പാനോ ഉള്ള ലൈസൻസ് അല്ല. മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായിത്തീരുന്നുവെന്നും മടിയൻ കൊതിച്ചിട്ടുമൊന്നും കിട്ടുന്നില്ല എന്നും ഉറുമ്പിനെ നോക്കി ബുദ്ധി പഠിക്കുക എന്നും ശലോമോൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്തു പ്രയോജനമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. ഇത്ര മഹത്തായ ജീവൻ നമുക്ക് നൽകിയ കർത്താവ് നമുക്കുള്ള ആഹാരവും വസ്ത്രവും നൽകാതിരിക്കുമോ? എന്തു തിന്നും എന്തു കുടിക്കും എന്തുടുക്കും എന്നിങ്ങനെ വിചാരപ്പെടരുത്. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുതെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. ഒരു ശിഷ്യൻ തൻ്റെ ദൈനംദിന ആവശ്യങ്ങൾക്കായി കർത്താവിൽ ആശ്രയിച്ച് യാത്ര ചെയ്യണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. നാം അവനെ ആശ്രയിക്കുന്നതും നമ്മുടെ ആവശ്യങ്ങൾ അവനോട് പറയുന്നതും അവൻ്റെ ഹൃദയത്തിന് എപ്പോഴും ആനന്ദമാണ്. വിചാരപ്പെടുന്നതിനാൽ മാനസികമായും ശാരീരികമായും നാം തളരുന്നു. തന്മൂലം ജീവിതത്തിൽ കടന്നു വരുന്ന സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുവാൻ കഴിയാതെയും ഇന്നലകളിൽ ദൈവം കരുതിയ വഴികളെയും നമ്മോടുള്ള അവൻ്റെ വാഗ്ദത്തങ്ങളെയും ഓർക്കുവാൻ കഴിയാതെയും വരുന്നു. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ എന്ന് പൗലോസും. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവനെന്ന് പത്രോസും രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യഹോവയാം യാഹിൻ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പിൻ എന്ന് യെശയ്യാ പ്രവാചകനും പറഞ്ഞിരിക്കുന്നു.